ആണ്. അപ്പോൾ റീവൈൻഡിങ് ഓഫ് 2025 ഫിലിംസിനെ പറ്റിയാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അറിയാവുന്ന ഫിലിംസ് ഇതൊക്കെയാണ്. കുറേ ഇറങ്ങിയിട്ട് നമ്മൾ അറിയാതെ പോയിട്ടുണ്ട്. സോ ഇതിൽ തന്നെ ജാനുവരി ടു മാർച്ചിലെ ഏറ്റവും നല്ല ചിത്രം സെക്കൻഡ് വൺ ഈസ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ആൻഡ് ഓൾസോ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഓക്കെ ആയിരുന്നു. അത് കുറച്ചൊക്കെ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ID ദ ഫേക്ക് ധ്യാൻ ശ്രീനിവാസൻ്റെ അത്രത്തോളം അത് ഹൈപ്പായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ടീം എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു ടീമായിരുന്നു. അത് നല്ലപോലെ ക്യാച്ചപ്പ് ചെയ്തൊക്കെ എടുത്തു. പക്ഷെ അത്രത്തോളം ഹൈപ്പായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് പൊന്മാനും നല്ല രീതിയിൽ പോയതാണ്. അത്രത്തോളം ഹൈപ്പ് കിട്ടിയിട്ടില്ല. ഒരു ജാതകം ഒന്നും ഇറങ്ങിയത് ഒരു പല ആൾക്കാരും അറിഞ്ഞു കാണത്തില്ല. സീക്രട്ട് ഓഫ് വിമൻ വാസ് എ വെരി ഗുഡ് ഫിലിം ആൻഡ് ദാവീദ് ആൻഡ് ബ്രോമൻസ് വാസ് ഫൺ ഫിൽഡ് മൂവിയാണ്. എന്നാൽ ഒത്തിരിത്തോളം അവർക്കൊരു ഇമ്പാക്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല, കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പൈങ്കിളി ഓൾസോ. ഓഫീസർ ഓൺ ഡ്യൂട്ടി ഗുഡ് ഫിലിം, ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. ഗെറ്റ്സ് എറ്റ് ബേബി ഉണ്ണി മുകുന്ദൻ്റെയും അതും അത്രത്തോളം നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടിയിട്ടില്ല. മച്ചാൻ്റെ മാലാഖയൊക്കെ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ, അത് ഏതാളുടെ ഫിലിമാണെന്ന് പോലും നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല. ആൻഡ് ഓൾസോ എമ്പുരാൻ നല്ലൊരു കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു. അഭിലാഷം 2 ഓൾസോ അതിലെ പാട്ടൊക്കെ നല്ല ഹിറ്റായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏപ്രിൽ ടു ജൂൺ വരെ നമുക്ക് എത്രത്തോളം ഫിലിംസ് ഉണ്ടായിരുന്നു. വാസ് എ വെരി ഗുഡ് ഫിലിം. അത് ഒരുപാട് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പടക്കളം 2 നല്ലൊരു സൂപ്പർ ഹിറ്റായിരുന്നു. ബസൂക്ക ഓക്കെ ആയിരുന്നു. അത്രത്തോളം അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ത്രില്ലർ ആൻഡ് എന്താ പറയുക, ഒരു സർപ്രൈസ് സസ്പെൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഫിലിം.